ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പിന്നെ നമ്മുടെ 7th മന്ത് വയറ്റുപൊങ്കാലിടുന്ന ദിവസമാണ്. അപ്പം എന്താ രാവിലെ എനിച്ചതാ കുളിച്ച് റെഡി ആയില്ല, കുളിച്ചിട്ട് നിൽക്കുകയാണ്. ഇനി സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് റെഡി ആവണം. അതിൽ വീഡിയോ എടുത്ത് തന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഇറങ്ങുന്ന സമയത്ത് അതിലോടിപ്പോൾ കുളിച്ചിട്ട് വരും. അപ്പോൾ എല്ലാം വിളക്കൊക്കെ വെച്ചെല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ കാണാം. അങ്ങനെ സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് റെഡിയായി. ഞാൻ ഫുള്ള് ഇറങ്ങുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം പെട്ടെന്ന് ചടപടിയെന്ന് റെഡിയായതാണ്. അതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. നമുക്ക് സമയവും പെട്ടെന്ന് കഴിയാറായത് കാരണം ഒന്നും നടന്നില്ല, അതെടുക്കാനായിട്ടൊന്നും പറ്റിയില്ല ഇറങ്ങുന്നത്. പിന്നെ നേരെ വന്നു പൊങ്കാലയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാനായിട്ട്. അങ്ങനെ കല്ലിലൊക്കെ ചന്ദനമൊക്കെ ഇട്ട് റെഡിയാക്കാനുണ്ടായിരുന്നു. വിളക്കിലൊക്കെ ചന്ദനം ഇടണമായിരുന്നു. അപ്പോൾ ചന്ദനമൊക്കെ കുഴച്ച് അതെല്ലാം ഇട്ടു. അങ്ങനെ രാവിലെ കഴിക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാര്യം രാഹുലത്തിന് മുന്നേ പൊങ്കാല അടുപ്പ് കത്തിക്കണമായിരുന്നു. അപ്പോൾ പിന്നെ കഴിക്കാനൊന്നും നിൽക്കാൻ പറ്റിയില്ല. നേരെ വന്ന് പൊങ്കാല പെട്ടെന്ന് ഇട്ട ശേഷം കഴിക്കാമെന്ന് കരുതിയിട്ട് കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ചു, അരിയൊക്കെ ഇട്ടു. ശരിക്കും പറഞ്ഞാൽ ഈ പൊങ്കാലത്തേക്ക് ഇരുന്ന് എണീച്ച് ഇടാനായിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല. കാര്യം ഞാൻ പ്രതീക്ഷിക്കാത്ത തരത്തിൽ എനിക്ക് നല്ലതായിട്ട് എൻ്റെ മുട്ടുവേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. തുടങ്ങാൻ കാരണം വേറൊന്നുമല്ല, ആറ്റുകാൽ പൊങ്കാല ഈ മാർച്ചിൽ ഞാൻ എൻ്റെ ഒരു ആഗ്രഹങ്ങൾ ഞാൻ ഇട്ടു. പക്ഷെ അന്ന് ഞാൻ ഇരുന്ന് എണീച്ച് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തീ കൊളുത്തുകയൊക്കെ ചെയ്തത് കാരണം മുട്ടുവേദന അന്ന് തൊട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ രാവിലെ ഇതാ നമ്മൾ പൊങ്കാല ഇടുന്ന കാണണമെന്നൊക്കെ പറഞ്ഞ് വീട്ടിലെ ഒരു കുട്ടിക്കുരുന്ന് എണീച്ച് വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ ഉള്ള ചന്ദനമൊക്കെ കുഴച്ച് വെച്ചിരുന്നൊക്കെ വാരി നെറ്റിയിലൊക്കെ ഫുള്ള് പൂശി. എന്നിട്ട് അതിൽ വീഡിയോ എടുത്തപ്പോൾ പറയുകയാണ്, ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന് അവ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ പൊങ്കാല ഇടുമ്പോൾ നമ്മളോട് എണീച്ച് കുളിച്ച് അവനും ഡ്രസ്സൊക്കെ ചെയ്തിരിക്കണമെന്ന് തലേദിവസമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കറണ്ട് ചതിച്ചു നമുക്ക് ഒരു പണി തന്നത് കാരണം ആരും ഉറങ്ങിയില്ല, അവനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എണീച്ചെല്ലാം ഇട്ട് ഒരു പകുതി ആയപ്പോഴാണ് അവൻ എണീച്ച് വന്നത് തന്നെ. അങ്ങനെ പൊങ്കാലിട്ട് തീരുന്നവർ അവിടെ കസേരയിൽ തന്നെ ഉണ്ടായിരുന്നു, ഇരുന്ന് എല്ലാ കാര്യങ്ങളും നോക്കി കമൻറ്റൊക്കെ അടിച്ച് പറയാൻ ഉണ്ടായിരുന്നു. വയറ്റുപൊങ്കാലയ്ക്ക് നമ്മൾ പായസം വെക്കുന്നത് സാധാരണ വെക്കുന്ന പോലെയല്ല, പഞ്ചരസമായിട്ടാണ് ഇടുന്നത്. അത് ശർക്കര, പഞ്ചസാര, നെയ്യ്, പാല്, പഴം, ഇത്രയും 5 സാധനങ്ങൾ ചേർത്തിടുന്നത് കൊണ്ട് തന്നെ പഞ്ചരസം എന്ന് പറയുന്നതാണ് അമ്മ പറഞ്ഞത്. അങ്ങനെ പഞ്ചരസമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ലാസ്റ്റ് ആയി, പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞു. പൊങ്കാലിട്ട് കഴിഞ്ഞ് ഗായ്സ് ഇതാ വാങ്ങി വെച്ചു. അപ്പോൾ പൊങ്കാല കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞ് നേദിക്കുള്ളൂ. വാങ്ങി വെച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം രാഹുല എന്തായതുകൊണ്ട് ഇപ്പം നേദിക്കത്തില്ല, കഴിഞ്ഞിട്ട് നേദിക്കും. പിന്നെന്താ, നല്ല വിശപ്പുണ്ട്. ഫുഡൊന്നും കഴിച്ചില്ല, നല്ല ലേറ്റായി. നല്ല ചൂടുണ്ട്, വേർത്തു, ആകെ ടയേർഡായിട്ടുണ്ട്. സോ ഇത് കഴിഞ്ഞിട്ട് വേണം സംഭവം. നമ്മൾ പൊങ്കാലിട്ടപ്പോൾ കുറച്ച് ലേറ്റായി പോയി. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണിക്ക് മഴ കാരണം കറണ്ട് പോയതാണ്. രാത്രി 1 മണിക്കാണ് കറണ്ട് വന്നത്. പിന്നെ 1 മണിക്ക് കറണ്ട് വന്നിട്ട് ഉറങ്ങി വന്നപ്പോൾ തന്നെ 2-3 മണിയായി. അതുകൊണ്ട് നല്ല വെളുപ്പിനെയാണ് എണീച്ച് പൊങ്കാല ഇടുന്ന വെച്ചിട്ട് നടന്നില്ല. അപ്പോൾ നമ്മൾ എണീച്ചപ്പോൾ കുറച്ച് ലേറ്റായി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടിയില്ല. പെട്ടെന്ന് രാഹുലത്തിന് മുന്നേ കത്തിച്ചു. ചടങ്ങെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് വൈകിട്ട് 7ാം മാസത്തിൻ്റെ ചടങ്ങുകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മളാൽ കഴിയുന്ന രീതിയിൽ കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യും. പലഹാരം തരുന്നത്. അപ്പോൾ ചടങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേഷനൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് പരിപാടിയായിരിക്കും ഇനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈറ്റർ ഡെക്കറേഷൻ. അതെ, ലൈറ്റർ വളരെ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ചുമ്മാ വളകാപ്പിന് നമുക്ക് കിടിലമാക്കി സെറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ പൊങ്കാല വാങ്ങി വെച്ചിട്ട് നേരെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോൾ രാഹുല സമയം ഏകദേശം കഴിഞ്ഞതുകൊണ്ട് തന്നെ അപ്പോഴും നമ്മൾ നിവേദിക്കാമെന്ന് കരുതി അപ്പോൾ നിവേദിച്ചു. നമ്മൾ നീരും തുളസിയും കൂടെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പൊങ്കാല നിവേദിക്കുന്നത്. അങ്ങനെ നേദിച്ച് വെച്ച് ഒരു കല്ലും കമഴ്ത്തിയിടുമ്പോഴത്തേക്കാണ് പൊങ്കാല നൈവേദ്യമാവുന്നത്. അങ്ങനെ അതും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ റെഡിയായി. ഈവനിങ് ഉള്ള പലഹാരം തരുന്ന ചടങ്ങിന് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. നമ്മുടെ കല്യാണ ഡ്രസ്സാണ്. ഇത് വെറൈറ്റി പിടിച്ചതാ. അപ്പോൾ ഇത് തന്നെ ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചടങ്ങിലേക്ക് പോവാം. 7th മന്തിന് അവിടെ നിന്ന് നമുക്ക് പുടവ തന്നാണ് ഇടാനുള്ളത്, അറിയാം. അപ്പം അത് ഇട്ടു. അതെ. അപ്പോൾ നമുക്കിനി ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു. അതിൻ്റെ വീഡിയോസ് എടുത്തില്ല. ഡെക്കറേറ്റ് ചെറിയ രീതിയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെറിയ രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചടങ്ങാണ്. അങ്ങനെ പലഹാരമൊക്കെ എടുത്ത് വെച്ച് വിളക്കൊക്കെ വെച്ച് നമ്മുടെ ഈവനിങ്ങിലുള്ള ചടങ്ങിന് വേണ്ടി എല്ലാ കാര്യങ്ങളും റെഡിയാക്കി. നമ്മൾ അധികം ആരെയും വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യം വീട്ടിൽ വെച്ച് നമ്മൾ 2 വീട്ടുകാരും മാത്രമായിട്ടുള്ള ചെറിയ രീതിയിലുള്ള പരിപാടിയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് നമ്മുടെ 2 പേരുടെ വീട്ടിലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ചില അതിഥികൾ വരുമെന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 2 ഫാമിലി ഫ്രണ്ട്സ്, നമുക്ക് ഫാമിലി പോലെ തന്നെയാണ് അവർ. അങ്ങനെ എന്നെ കാണാനായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ നമ്മുടെ ഈ പരിപാടിയിലേക്ക് പങ്കുചേർന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഭയങ്കര ഹാപ്പിയായ ഒരു കാര്യമായിരുന്നു. കാര്യം നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാർ വരുമ്പോഴത്തേക്ക് നമുക്കത് വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്.
ഇതാണ് ഞാൻ പറഞ്ഞ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന വിസിറ്റേഴ്സ് ഒന്നും അതിഥികളൊന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ഫാമിലി പോലെ തന്നെയാണ്. പിന്നെ ഈ ചടങ്ങ് പ്രത്യേകം നമ്മൾ ആരും പറയാത്തൊന്നും അവരടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരും അറിഞ്ഞില്ല. വന്നപ്പോഴാണ് അവരും സർപ്രൈസ്ഡ് ആയത്. അവർക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞ ശേഷം ഞാനും അതിലും കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം ബേബി ബമ്പും നമ്മുടെ വെഡിങ് ഡ്രസ്സും എല്ലാം കൂടിയിട്ട് ഒരു വല്ലാത്തൊരു മിക്സ്ഡ് ഇമോഷൻസ് ആയിരുന്നു. കല്യാണത്തിൻ്റെ മെമ്മറീസിലേക്കൊക്കെ പോയ ഒരു ദിവസമായിരുന്നു. അപ്പോൾ എന്താ, കല്യാണത്തിന് പോടാൻ തന്ന സാരിയാണ് അന്ന് ഉടുത്തിട്ടുണ്ടായിരുന്നത്. ഇടയിലൊക്കെ സാരി ഉടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി അന്ന് ഉടുത്തപ്പോൾ അതിന് പ്രത്യേക ഒരു ഫീൽ ആയിരുന്നു. അപ്പം സത്യത്തിൽ 7 മാസം പോയത് അറിഞ്ഞതേ ഉണ്ടായിരുന്നില്ല. വളരെയധികം ഫാസ്റ്റായിട്ട് 7 മാസം പോയി. ഇനി ബേബി വരാനായിട്ട് കുറച്ച് നാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനിടയിൽ നമ്മൾ പറ്റുന്നത്ര മാക്സിമം മെമ്മറീസ് നമ്മൾ ക്യാപ്ചർ ചെയ്ത് വെക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ ഹാപ്പി ആയിട്ട് എടുത്ത അന്നത്തെ ദിവസം വളരെയധികം ഹാപ്പി ആയിട്ട് എല്ലാം കഴിഞ്ഞു.